മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ ഞാൻ കുറേ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു വ്യക്തി നല്ല ഒരു കമൻ്റ് എഴുതിയുണ്ടായി. രണ്ട് വ്യക്തികൾ രണ്ട് തരത്തിലുള്ള കമൻറ്റുകൾ എഴുതിയുണ്ടായി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇല്ല, ഒരു വ്യക്തി എഴുതിയത് ബ്രഹ്മം ഈസ് ഈക്വൽ ടു എക്സ്, മിഥ്യ ഈസ് ഈക്വൽ ടു വൈ. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് എതിർത്ത് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് ചർച്ച ചെയ്ത് അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്യും ബ്രഹ്മ ഈസ് ഈക്വൽ ടു എ, ബ്രഹ്മം ഈസ് ഈക്വൽ ടു എ, മിഥ്യ ഈസ് ഈക്വൽ ടു ബി. അതിനിടയ്ക്ക് സി എന്ന് പറയുന്ന ഒരു മായയും കൂടി ചേർത്ത് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തിട്ട് അവസാനിപ്പിക്കും. ഇത് ഒരാൾ എഴുതിയൊരു കമൻറ്റാണ്. എനിക്ക് വളരെ രസം തോന്നിയിരുന്നു. അതാ വേറൊരാൾ എഴുതിയൊരു കമൻറ്റ് അതിനേക്കാളും വിചിത്രമായി. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എതിർക്കണമെങ്കിൽ യുക്തിവാദികൾക്കോ പുരോഗമനവാദികൾക്കോ നിരീശ്വരവാദികൾക്കോ അല്ലെങ്കിൽ ശരിക്ക് എതിർക്കാനല്ല പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കോ അനുകൂലികൾക്കോ എതിരാളികൾക്കോ എന്ന അർത്ഥത്തിലാണ് ഞാനിത് പറഞ്ഞത്. അവരെന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു വിഷയം, മത്തങ്ങ എന്നൊരു വിഷയം, അല്ലെങ്കിൽ ഉപ്പുമാവ്, അതല്ലെങ്കിൽ സാമ്പാർ, അതല്ലെങ്കിൽ വാത്താപ്പി ഗണപതിയും ഭജി എന്നുള്ള സംഗതി, മറ്റൊന്നും പഠിക്കാതെ ആ ഒരു വിഷയം മാത്രം എടുത്ത് എതിർക്കാൻ ആഗ്രഹമുള്ളവര് അതിലെ ഒരു 5 തെറ്റുകൾ മാത്രം കണ്ടുപിടിച്ച് അങ്ങ് വാദിക്കാനും ജയിക്കാനും ശ്രമിക്കുക. എന്തെളുപ്പാണ്. വിഷയം പഠിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. ആ പെർട്ടിക്കുലർ പോയിന്റ് 2 മിനിറ്റ് കൊണ്ട് ഒരു 5 തെറ്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ എതിർക്കാം. അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഒരു 5 ശരി ഇയാൾക്ക് ആവശ്യമുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനെ അനുകൂലിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഫണ്ടമെന്റലായിട്ട് പഠിക്കാതെ എതിർക്കാതെ കുറേ വ്യക്തികളുടെ പേര് കൂട്ടിയ രാധാകൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, രാജാജി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വാദിക്കുക അല്ലെങ്കിൽ ജയിക്കാൻ ശ്രമിക്കാം. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്നലെ ഇവിടെ ശിവൻകുട്ടിയുടെ ഇലക്ഷൻ പ്രചരണത്തിൽ നിരന്തരം മൈക്കിലൂടെ അനൗൺസ് ചെയ്തുകൊണ്ട് പോയത് ഇങ്ങനെയാണ്: പശുവിനെ അമ്മയായി കാണുന്ന പ്രാകൃതമായിട്ടുള്ള BJPയുടെ സംസ്കാരം, കാളയെ അച്ഛനായിട്ട് കാണുന്ന പ്രാകൃതമായിട്ടുള്ള ഭാരതീയ സംസ്കാരം. ഈ കാളയെ അച്ഛനായിട്ട് കാണണമെന്ന് പറഞ്ഞത് അവന്റെ തലയിൽ ഉദിച്ച തെറ്റാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഗംഗാ മാതാവ് എന്ന് പറയുമ്പോഴും ഗംഗയുടെ അച്ഛനെ പിടിച്ച് നമ്മൾ അച്ഛന്ന് വിളിക്കാറില്ല. മാതൃസങ്കല്പമാണ്. ഗോമാതാവ്, ഭാരത മാതാവ്, പ്രകൃതി മാതാവ്, ഇങ്ങനെ മാതൃസങ്കല്പം ഉദാത്താണ്. അതിൽ കാളയെ അച്ഛനായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടില്ല. അത് ഉണ്ടാക്കി പറയാം. ഞാനിത് എടുത്തു പറയാൻ കാരണം, ഞാൻ ഈ അടുത്ത കാലത്ത് കൊട്ടാരക്കര ഗണപതി കോവിലില് ഒരു പ്രഭാഷണത്തിന് പോവേണ്ടായി. എൻ്റെ പ്രഭാഷണം ACVയിലൂടെ കേരളത്തിൽ മുഴുവനും അവര് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിൽ ഒരാള് ഒരു വിഷയം കേട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തത്, ആൽമരത്തിന് രാവിലെ പ്രദക്ഷിണം വെക്കുകയാണെങ്കിൽ, കാറ്റ് വരുന്നതിന് മുമ്പ്, മഴയില്ലാത്ത ദിവസം 8 മണിക്ക് മുമ്പ് പ്രദക്ഷിണം വെക്കുകയാണെങ്കിൽ 30 ppm ലെവലിലുള്ള ഓസോൺ ശ്വാസകോശത്തിലേക്ക് കയറിയാൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഇല്ലാതെയാക്കാൻ അത് വളരെയേറെ സഹായിക്കും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. ഈ 30 ppm എന്ന് എടുത്തു പറയുകയും ചെയ്തു. അത് കേട്ട ഒരാള് ഒരു യുക്തിവാദി ആയിരിക്കാനാണ് സാധ്യത. അയാൾ വളരെ ശക്തമായ നീചമായിട്ടുള്ള ഭാഷയിൽ അയാൾ പറഞ്ഞു, ഓസോൺ എങ്ങാനും മൂക്കിൽ കൂടെ കയറ്റിയാൽ അറിയാം അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഒരു ശാസ്ത്രജ്ഞനാണെന്നുള്ള പേരിൽ എന്തും വിളിച്ചു പറയാം, ഏതും വിളിച്ചു പറയാം എന്നുള്ള ഒരു ധാരണയാണ് ഭാരതീയ പൈതൃകത്തിന്റെ ഗതികേട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്തൊക്കെയോ എഴുതി. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഓസോൺ ശ്വസിക്കാനല്ല ഞാൻ പറഞ്ഞത്. 30 ppm എന്ന് പറഞ്ഞാൽ 30 പാർട്സ് പെർ മില്യൺ. 1 മില്യൺ ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടെങ്കിൽ, നൈട്രജൻ മോളിക്യൂൾ അല്ലെങ്കിൽ എയർ മോളിക്യൂൾ ഉണ്ടെങ്കിൽ, 1 മില്യൺ എന്ന് വെച്ചാൽ 10 ലക്ഷത്തിന് 30 നമ്പർ 30 ppm അത്ര ഓസോൺ ഉണ്ടെങ്കിൽ നല്ലതാ. നമ്മൾ ഈ ബോട്ടിൽ വെള്ളം കുടിക്കുന്നത് ഓസോണൈസ് ചെയ്തിട്ടാണ് അതിനെ ഡിസ്ഇൻഫെക്ഷൻ വരുത്തുന്നത്. അത് നമ്മൾ കുടിക്കുകയാണ് ഓസോൺ. ഈ ക്ലോറിൻ ഡെഡ്ലി പോയിസണസ് ആയിട്ടുള്ള ഒരു വാതകമാണ്. ആ ക്ലോറിൻ കൊണ്ടാണ് വാട്ടർ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനെ ഹൈജീനിക് ആക്കുന്നത്. അപ്പൊ അതൊന്നും നോക്കാതെ ഏതെങ്കിലും ഇഷ്ടമില്ലാത്ത ഒരു വരിയെടുത്ത് ഇഷ്ടമില്ലാത്ത വ്യക്തി പറയുന്ന, ശരിക്കും 2 മണിക്കൂറായിരുന്നു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ എൻ്റെ പ്രഭാഷണം. അതിലെ ഒരു വാക്ക്, ഓസോൺ എന്ന വാക്കെടുത്തിട്ടാണ്
അതിനെതിരെ ഈ യുക്തിവാദിയോ നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ആ ലേബലിലുള്ള പാർട്ടിയോ എതിർത്തത്. ഇപ്പോ ഈ പഞ്ചഗവ്യം നല്ലതാണ്. ആ പഞ്ചഗവ്യത്തില് ചാണകം, നെയ്യ്, തൈര്, പാല്, വെള്ളം ഇതാണ് ഉള്ളത്. അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അത് ബയോപെസ്റ്റിസൈഡ് ആയിട്ട് നല്ലതാണെന്ന് പറഞ്ഞാൽ ചാണകം തിന്നാൽ അറിയാം അതിന്റെ അവസ്ഥ എന്താണ്. ഞാൻ ചാണകം തിന്നാനല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ ചാണകം എത്രയാണെന്ന് അറിയാമോ? ഒരു കുന്നിക്കുരുവിന്റെ അത്രയുമാണ്, ഉഴുന്നിന്റെ അത്രയുമാണ് ചാണകം അതിലിടാൻ പാടുള്ളൂ. അത് തന്നെ ഗോമയം ച നവന്ദദ്യാ ഭൂയിഷ്ടം ധേനു സംഭവം സജലം ശിഥിലം ശുഷ്കം കീടവഞ്ച വിവർജയേത്. ആ പശുവിന്റെ ചാണകത്തിന്റെ ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്ര ക്വാളിറ്റി ആയിട്ടുള്ളതാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആ പറഞ്ഞതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു വാക്ക് മാത്രം അതിൽ നിന്ന് എടുത്തിട്ട് ഗോപാലകൃഷ്ണൻ ക്ലോറിൻ ശ്വസിച്ചാൽ അറിയാം, ഓക്സിജൻ ശ്വസിച്ചാൽ അറിയാം, അതല്ലെങ്കിൽ ഗണപതി ഹോമം നടത്തിയാൽ നമ്മുടെ വീട്ടിലെ രോഗാണുക്കൾ പോകുമെങ്കിൽ ആശുപത്രിയിലും എല്ലാ വീടുകളിലും ഗണപതി ഹോമം നടത്തിയാൽ മതിയല്ലോ. എല്ലാ വീടുകളിലും എല്ലാ ആശുപത്രികളിലും എല്ലാ ഗവൺമെന്റ് ഓഫീസിലും ഗണപതി ഹോമം നടത്താൻ ഞാൻ പറഞ്ഞിട്ടില്ല. അത് നടത്തുകയാണെങ്കിൽ ഈ ചിരട്ടയിലെ ഫീനോളും ചകിരിയിലെ കത്തുമ്പോൾ ഉണ്ടാകുന്ന സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും അതുപോലെ നാളികേരം കത്തുമ്പോൾ ഉണ്ടാകുന്ന പൈറോസീൻസും അവിടെയുള്ള കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, ചിക്കൻ പോക്സ് തുടങ്ങിയ രോഗാണുക്കളുടെ നാശത്തിന് കാരണമാകുമെന്നുള്ളത് സയൻസാണ്, ഞാനുണ്ടാക്കിയ സയൻസ് അല്ല. അതിനെ എതിർക്കാൻ വേണ്ടി ഗണപതി ഹോമം നടത്തിയാൽ മതിയല്ലോ KSRTC വണ്ടിയിലുള്ള രോഗാണുക്കൾ പോകാൻ. അതല്ലെങ്കിൽ ചിക്കൻ പോക്സ് വന്നാളെ ഗണപതി ഹോമത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ഇരുത്തിയാൽ മതിയല്ലോ എന്നൊക്കെ പറയുമ്പോ ഈ തോന്നിയ വാക്കുകൾ ഉപയോഗിച്ച് എതിർക്കാൻ വേണ്ടിയിട്ട് തോന്നിയ രീതിയിൽ പറയാം. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തി അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത വിഷയം അല്ലെങ്കിൽ അവഹേളിക്കാനും പുച്ഛിക്കാനും നിരാകരിക്കാനും തമസ്കരിക്കാനും ആഗ്രഹിക്കുന്നതിനെ ഒരു 4-5 വാക്കുകൾ ഉപയോഗിച്ചിട്ട് മനസാ വാച കർമ്മണ ചിന്തിക്കാത്തതിനെ കൊണ്ടുപോയിട്ട് എക്സ്ട്രാപ്ലേറ്റ് ചെയ്തിട്ട് അതിനെ എതിർക്കാം. ഇതൊരു തരം യുക്തിവാദമാണെന്നുള്ളൊരു ധാരണയാണ്. ഇപ്പൊ പറഞ്ഞ വ്യക്തി ഏത് സമയത്ത് എങ്ങനെ എന്തിനു വേണ്ടി അത് എന്താണ് പറഞ്ഞത് അതൊന്നും നോക്കാതെ എതിർക്കണമെങ്കിൽ വളരെ ഇതാണ്. ഉദാഹരണമായിട്ട് ചുവന്ന മുളക്, അതിൽ ക്യാപ്സൈസിൻ ഉണ്ട്, അത് കാർസിനോജനിക് ആണ്. ചുവന്ന മുളകിൽ ക്യാപ്സൈസിൻ എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്, കാർസിനോജനിക് ആണ്. അപ്പൊ സാമ്പാറിൽ ചുവന്ന മുളക് ഇടാൻ പാടില്ല, സാമ്പാർ കാർസിനോജനിക് ആണെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം ഉണ്ടാവുക? ആ സാമ്പാറിൽ അത് ഇടുന്നതിന്റെ പ്രൊസീജിയറും ബാക്കിയുള്ളത് ആ വിഷയത്തിലേക്ക് കിടക്കല്ല. അപ്പൊ ഏതെങ്കിലും ഒരു വാക്കിനെ തോന്നിയ രീതിയിൽ 5-6 പോയിന്റുകൾ അതിനെതിരെ പറഞ്ഞ് ഇതൊക്കെ അവഗണിക്കാം. ഒരു തരത്തില് ഈ രവിചന്ദ്രനും അതേപോലെയുള്ള യുക്തിവാദികളും മറ്റുള്ളവരെല്ലാവരും ഈ സമൂഹത്തിൽ വളരെ മൈക്രോ ന്യൂനപക്ഷമായി പോകാൻ കാരണം ഈ ലോകത്തിലുള്ള അറിവിന്റെ അത് ഏത് ആഫ്രിക്കയിലെയോ ഏത് അമേരിക്കയിലെയോ ഏത് ഇന്ത്യയിലെയോ അറിവാണെങ്കിലും അതിലെ തിന്മകൾ ഇതാണെന്നും നന്മകൾ ഇതാണെന്നും ആ നന്മകൾ ഇതാണെന്ന് ഇന്ന പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, തിന്മകൾ ഇതാണെന്ന് ഇന്ന പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിരുന്നു എങ്കിൽ ഇവരെയൊക്കെ ഈശ്വരന്മാരെ പോലെ ജനങ്ങൾ ഇതാക്കുമായിരുന്നു. ഇത് രാമായണത്തിലെ മാനേജ്മെന്റും രാമായണത്തിലെ നന്മകളും ഒന്നും എടുക്കാതെ ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ട്, ത്രേതായുഗത്തിലെ ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ട്, അടൽ ബിഹാരി വാജ്പേയി ചിക്കൻ കഴിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ സോണിയാഗാന്ധി കോഴിക്കോട് വന്നിട്ട് ബിരിയാണി മേടിച്ച് തിന്നിട്ടുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴാണ് ഇവരൊക്കെ ചീപ്പസ്റ്റ് ആവുന്നത്. ആ ഉൾക്കൊള്ളേണ്ട സന്ദേശങ്ങളെയും ധന്യമായിട്ടുള്ള ആ ജീവിത ഗന്ധിയായിട്ടുള്ള ഗൈഡൻസുകൾ ഒന്നും ഉപയോഗിക്കാതെ അതിനകത്തെ ചിലത് ഉപയോഗിച്ച് പാർവതി കുളിക്കുമ്പോൾ പരമേശ്വരൻ കാണാൻ വന്നു, ഗണപതി തടഞ്ഞു, അപ്പൊ പരമേശ്വരൻ ദേഷ്യം വന്ന് കഴുത്തണം. ഇതൊരു കഥയാണ്. ഈ പാർവതിയും ലോകത്തിൽ ഉണ്ടായിട്ടില്ല, പരമേശ്വരനും ഉണ്ടായിട്ടില്ല, ഗണപതിയും ഉണ്ടായിട്ടില്ല, സുബ്രഹ്മണ്യനും ഉണ്ടായിട്ടില്ല. ഒക്കെ സാങ്കല്പിക ദേവതകളാണ്. ശ്രീകൃഷ്ണനും ശ്രീരാമനും അവതാരങ്ങളായ മനുഷ്യരായിരുന്നു. ബാക്കിയുള്ളത് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരനൊക്കെ ത്രിമൂർത്തി സങ്കല്പമല്ലേ, ത്രിശക്തി സങ്കല്പമല്ലേ. ആ സങ്കല്പത്തിലെ കഥയെ എടുത്ത് മൈക്കിന്റെ മുമ്പിൽ 2 മണിക്കൂർ പ്രസംഗിച്ചിട്ട് അവരവരുടെ പാപ്പരത്വം വിളിച്ചെറിയുന്ന മാതിരി ഓസോണിനെ കുറിച്ചോ ക്ലോറിനെ കുറിച്ചോ കാപ്സൈസിനുള്ള ചില്ലി മുളകിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞതിനെ വക്രിച്ച് കളയേണ്ടത്
അവർക്ക് താങ്ങാൻ പറ്റാത്തത് കളഞ്ഞ് 2 മണിക്കൂർ പ്രഭാഷണത്തിലെ ഒരു വരിയെടുത്ത് എതിർക്കാൻ പോകുമ്പോൾ ഏതോ ഈ നാടിന്റെ മഹത്വമേറിയ ചൈതന്യം കൊണ്ടാണ് നിങ്ങളൊക്കെ ഈ നാടിൽ നിലനിൽക്കാതെ പോയത്. കൊവ്വൂരായാലും എടമറുകായാലും അവരൊക്കെ ഇതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ്, നല്ല നല്ല രീതിയിൽ അറിവുള്ളവരാണ്. അവരൊക്കെ നിലനിൽക്കാതെ പോയതും ഈ ഉറക്കം പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കാം. ഞാൻ അംഗീകരിക്കാത്തതും ഞാൻ പഠിക്കാത്തതും എനിക്കിഷ്ടമില്ലാത്തതൊക്കെ അന്ധവിശ്വാസവും ദുരാചാരമാണെന്ന് അങ്ങോട്ട് പ്രഖ്യാപിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടായത് ഇത് തന്നെ യുക്തിരാഹിത്യത്തിന്റെ പരമകാഷ്ടയിലാണ്. എന്നിട്ട് ഇതാണ് യുക്തിവാദം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം. ഞാനിത് പ്രധാനമായിട്ടും പറയാൻ കാരണം ആ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തില് ഈ ആചാരങ്ങളെക്കുറിച്ചും ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഭാരതീയ ഈശ്വര സങ്കല്പങ്ങളെക്കുറിച്ചും പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്തിട്ട് ഞാൻ വിവരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ നടത്തിയ പ്രതികരണത്തിലാണ് ഞാൻ ഈ ഉത്തരം കൊടുത്തത്. ഇത് ഇനി അങ്ങനെ ആരെങ്കിലുമൊക്കെ നടത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നടത്തണം. പുച്ഛിക്കണം എന്നുള്ളവർക്ക് പുച്ഛിക്കാം, എതിർക്കണം എന്നുള്ളവർക്ക് എതിർക്കാം. അതിനെ നിരാകരിക്കണമെങ്കിൽ അത് ചെയ്യാം, തമസ്കരിക്കണമെങ്കിൽ അത് ചെയ്യാം, അവഹേളിക്കണമെങ്കിൽ അത് ചെയ്യാം. അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ കൂടുതൽ ചിന്തിക്കാനും അതിനൊക്കെ മറുപടി കൊടുക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം അവഹേളിക്കുകയും എതിർക്കുകയും പുച്ഛിക്കുകയും അതിനെതിരായിട്ട് കുറേ വാദമുഖങ്ങൾ മുമ്പിൽ വെക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ ചിന്തിച്ച് ഇതേമാതിരിയുള്ള കാര്യങ്ങൾ പറയാൻ അവസരം കിട്ടുന്നു. പ്രണാമം, നമസ്കാരം.